ടു DN വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ കക്കയിറച്ചി കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കക്കയിറച്ചി തോരൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 1/2 കിലോ കക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 കിലോ കക്കയിറച്ചിക്ക് 1/2 മുറി തേങ്ങ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇവിടെ ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി എടുക്കുക, പച്ചമുളക്, കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി. നമ്മുടെ കുക്ക് ചെയ്യാനുള്ള പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല, പക്ഷെ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മളെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അത് ഒരു ബ്രൗൺ കളറൊക്കെ ആയി. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും കക്കയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും മസാലയും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് തേങ്ങയും മസാലയും എല്ലാം കൂടി നമുക്ക് ഈ കക്ക ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. വെള്ളം ഒഴിച്ച് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് ഈ അരപ്പെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം.
ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കക്കയിറച്ചി റെഡി ആയോന്ന്. അങ്ങനെ നമ്മുടെ കക്കയിറച്ചിയുടെ തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. കപ്പയും കക്കയിറച്ചിയാണ് നല്ല കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.